കാലമായിട്ട് കണ്ടിട്ട്. സുഖം തന്നെ. വെറുതെ ഈ പത്രമൊക്കെ ഒന്ന് വായിച്ചോണ്ടിരിക്കുകയാണ്. ആരൊക്കെയാ ഈ പത്രങ്ങളൊക്കെ ഈ കാലത്ത് വായിക്കുന്നത്? വായിക്കണമെങ്കിൽ വായിച്ചോ. ഇത് കണ്ടില്ലേ, ലഹരി മാഫിയ വീണ്ടും നാട്ടിൽ. ഇന്ന് പത്രം എടുത്തു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ചുള്ള അക്രമവും കൊലപാതകവും മാത്രമേ ഉള്ളൂ, വേറെന്താണ്? സത്യം, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമുക്കിതിനെന്താ ഒരു വഴി? നിനക്ക് ഓർമ്മയുണ്ടോ, മുൻപ് നമ്മൾ എന്തെല്ലാം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി? ശരിയാണ്, അക്കാലഘട്ടത്ത് നമ്മൾ ലഹരി വിരുദ്ധ ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓട്ട മത്സരങ്ങൾ, ടെലിഫിലിമുകൾ, ഒരുപാട് നമ്മൾ ആൾക്കാർക്ക് സാംസ്കാരികമായിട്ടുള്ള അറിവ് വരാനുള്ള ഒരുപാട് ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തുമായിരുന്നു. ഇപ്പം എന്തുണ്ട്? ഘട്ടത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങളില്ലായിരുന്നു. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴുള്ള ചെറുപ്പക്കാരൊന്നും ഇതിൻ്റെ കൂടൊപ്പം വരുന്നില്ല, ഇത്തരം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു മാറ്റം വരണം. ഈ മാറ്റം വരണമെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് ഈ മദ്യവർജന രംഗത്ത് സ്ഥിരമായിട്ട് നിന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സംസ്ഥാന മദ്യവർജന സമിതി സെക്രട്ടറി, സംസ്ഥാന റിസൾട്ട് സബർമതിയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം നീ കാര്യമൊന്നും അറിഞ്ഞില്ല. ഇല്ല, അദ്ദേഹം ഈ പ്രവർത്തനമൊക്കെ മതിയാക്കി. അതെ, അവൻ കോളേജിൽ എത്തറായിരുന്നല്ലോ. അതെ, അവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടായി, അവൻ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഓഹോ, അങ്ങനെയോ? ഇതൊന്നും ഞാനറിഞ്ഞില്ല. എങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അവനെ പോയി കാണണം. നമുക്കിന്ന് വെച്ച് താമസിക്കാം. തീർച്ചയായും നമുക്ക് പോയി. നീ ഇവിടെ എന്തെടുക്കണ്ട? ഞാൻ ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കായിരുന്നു. എന്തിന്? രസം ഇതൊക്കെയല്ലേ വൈകുന്നേരങ്ങളിൽ. ഇതാരാണോ നോക്കിയ? എടാ ബിനു. ഓ, അങ്ങനെ പോകുന്നു. കണ്ടിട്ട് കുറെ വർഷങ്ങളായി. നീ നമ്മുടെ മദ്യവർജന സമിതി എല്ലാം വിട്ടെന്ന് പറഞ്ഞു. അതൊക്കെ നീ ആ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയതോടുകൂടി സമൂഹത്തിൽ ആകെ പ്രശ്നങ്ങളാണ്. നീ വീണ്ടും തിരിച്ചു വരണം. തീർച്ചയായും എനിക്കും പറയാനുള്ളത് അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ സമിതി കൊണ്ട് എത്രയും ആൾക്കാർ രക്ഷപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മദ്യത്തിൽ നിന്ന് എത്ര പേർക്ക് നിന്റെ സമിതി അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രവർത്തനം നിർത്തിയതോടുകൂടി സമൂഹത്തിൽ ആകെ പ്രശ്നങ്ങളാണ്. നിന്നോടൊപ്പം ഉള്ളവരൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ ഈ സമൂഹത്തിൽ കാണാൻ പറ്റും. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം ലഹരിക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു. ഏതോ ദുർബല നിമിഷത്തിൽ ഒരാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് എവിടെയോ പിഴച്ചു. പിന്നീട് എനിക്ക് തന്നെ സ്വയം കുറ്റബോധം തോന്നി. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചില്ല. പക്ഷേ അന്ന് ആ ചെയ്ത ചില പ്രവർത്തനങ്ങൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പിന്നീട് എനിക്കത് ചെയ്യാൻ യോഗ്യതയുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അതോടുകൂടി ഞാനൊക്കെ പ്രവർത്തനങ്ങൾ വെച്ച് കിട്ടി. ഇപ്പോൾ എൻ്റെ ചെറിയ സ്വപ്നങ്ങൾ അങ്ങനെ ജീവിക്കും. പക്ഷെ നിങ്ങളിതൊക്കെ പറയുമ്പോൾ ശരിക്കും പത്രത്തിലെ വാർത്തകളൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ലഹരി മാഫിയ നാട് മുഴുകുന്നതും എവിടെയും കൊലപാതകവും ബലാത്സംഗവും പീഡനമൊക്കെ നടക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് പഴയതുപോലെ തിരിച്ച് മടങ്ങി വന്നുകൂടാ? പക്ഷേ ഇനിയും ഞാൻ മടങ്ങി വന്നാൽ അത് ജനങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങളെപ്പോഴും എന്നെ അംഗീകരിക്കുമെന്ന ചിന്ത ഇപ്പോഴും എന്നെ വല്ലാതെ അലട്ടുന്നു. അതാണ് എൻ്റെ പ്രശ്നം. ഇതാണോ പ്രശ്നം? എന്നാൽ നിനക്ക് ഓർമ്മയുണ്ടോ, 10 വർഷങ്ങൾക്ക് മുമ്പ് ലഹരിക്കടിമയായിരുന്ന നീ അവിടെ നിന്ന് തിരിച്ചു വന്നതാണ്. പിന്നെ ഇതിപ്പോൾ എന്താ പ്രശ്നം? നീ തിരിച്ചു വരണം. നിന്റെ പിന്നിൽ ഞങ്ങൾ 2 പേര് മാത്രമല്ല, 2000 പേര് പുറകിൽ നിന്നിപ്പുണ്ട്. ഈ ലോകം മുഴുവൻ നിന്റെ പുറകിലുണ്ട്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരായി നീ പ്രവർത്തിക്കണം. നീ മുന്നിൽ വന്നാൽ പിന്നിൽ ഞങ്ങളുണ്ട്. നീ പറഞ്ഞത് ശരിയാണടാ. നമുക്ക് വീണ്ടും പഴയതുപോലെ ഈ സമിതി മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായും ഈ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ നമ്മളുടെ സമിതി വീണ്ടും തുടങ്ങുന്നു. ലഹരിക്കെതിരെ ശക്തമായി നമ്മൾ പോരാടും. പഴയതുപോലെ ഒരു മാറ്റവുമില്ല. ഓക്കെ ഓക്കെ എങ്കിൽ നമുക്ക് ആഗസ്റ്റ് 15 മുതൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ സമിതി, ഞാൻ, നമ്മുടെ കൂട്ടുകാർ വീണ്ടും മുന്നോട്ട് പോകും. ആഗസ്റ്റ് 15 വീണ്ടും കാണാം.